മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിയിൽ നിന്നും ഐതിഹാസിക വിജയം നേടിയാണ് എൽ.ഡി.എഫിന്റെ കെ.വി. സുമേഷ് കഴിഞ്ഞ തവണ അഴീക്കോട് പിടിച്ചെടുത്തത്. മണ്ഡലത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇക്കുറിയും വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ.വി. സുമേഷ്. ഭരണ തുടർച്ചയുണ്ടായാൽ കേരളം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം അമൃത ന്യൂസുമായി പങ്കുവച്ചു. കഴിഞ്ഞ തവണ ഐതിഹാസിക വിജയം നേടിയാണ് കെ.വി. സുമേഷ് മണ്ഡലത്തിലെത്തുന്നത്. ഇത്തവണയും ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് മുന്നണിയിൽ ഉടനീളം പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപാട് മുന്നോട്ട് പോയി. മുഖവുരകൾ ആവശ്യമില്ലാത്ത നേതാവാണ്. കെ.എം. ഷാജിനെ ഒരു അട്ടിമറി വിജയത്തിലൂടെ നിലംപരിശാക്കി. ഇപ്പോൾ കെ.എം. ഷാജിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടി സംജാതമായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ? ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് പൂർത്തിയായി. ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഒരു നല്ല പിന്തുണ. കഴിഞ്ഞ തവണ മത്സരിക്കാൻ വരുമ്പോൾ പുതിയ ഒരാളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ഇവിടെ വന്നു. അപ്പോൾ അന്നത്തേതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ഒരു പിന്തുണ ഈ ഇലക്ഷൻ ലഭ്യമാകുന്നുണ്ട്. നല്ല വിജയം നമുക്കുണ്ടാവും എന്നാണ് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടാവുന്നത്. ഈ വികസനം എന്താണെന്ന് സുമേഷ് വന്നതിൽ പിന്നെ അറിഞ്ഞു എന്നാണ് ചില നാട്ടുകാരടക്കം സൂചിപ്പിച്ചത്. ഞങ്ങൾ പൊതുവില് ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ പരമാവധി അഡ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ തുറമുഖം വരാൻ പോകുന്നത് നമ്മുടെ അഴീക്കൽ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ പോർട്ട്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഹാർബർ, ടൂറിസം മേഖലയിൽ ബ്ലൂ ഫ്ലാഗ്, ചാൽ ബീച്ച്, പുല്ലൂപ്പിക്കടവ്, ഈ ഗതാഗത കുരുക്ക്, കളരിവാതിക്കൽ റോഡ്, ഫിഷ് ലാൻഡിംഗ് സെന്റർ തുടങ്ങി 6ഓളം പുതിയ ഗ്രൌണ്ടുകൾ, റോഡുകൾ, ഇങ്ങനെ സ്കൂളുകൾ, ആശുപത്രി, പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്കറിയാം. നാട്ടുകാർ ആവശ്യപ്പെട്ട കാര്യങ്ങളിലെല്ലാം പൊതുവിൽ നമ്മൾ ഇടപെടുകയും അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തൊരു ബിഗ് പ്രോജക്ട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്തായിരിക്കും സുമേഷ് ചേട്ടൻ? നമ്മുടെ മുന്നിലുള്ള പ്രധാനം ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കുക. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു. അഴീക്കൽ പോർട്ട് വരുന്നതോടുകൂടി കേരളത്തിൽ തന്നെ രണ്ടാമത്തെ തുറമുഖമായി വരും. അത് മലബാറിന്റെ തന്നെ വികസന മേഖലയിൽ ഒരു വലിയ കവാടമായിരിക്കും. അത് പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. ഒപ്പം നമ്മുടെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം. ഈ വളപട്ടണം പാപ്പിനിശ്ശേരി മേഖല നിങ്ങൾക്കറിയായിരിക്കും, കണ്ണൂർ വന്നപ്പോൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ആശ്വാസം 80% വന്നിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു വലിയ പരിഹാരം. ഇതാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ തുടർച്ച. അടുത്ത തവണ പിണറായി 3.0 ഒരു മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ അഴീക്കോട് നിന്നൊരു മന്ത്രി ഉണ്ടാവോ? അതിനൊന്നും നമ്മളായിട്ടില്ല. നമ്മളിപ്പോ MLA എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്തു പോവാണ്. നിയമസഭയിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സാമാജികൻ കൂടിയാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അതെ, നിയമസഭയിൽ നമ്മൾ LDF ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ആഗ്രഹം എനിക്കില്ല. എനിക്കൊരു MLA ആയിട്ട് പ്രവർത്തിച്ചു പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ കെ.എം. ഷാജിനെ നിലംപരിശാക്കിയാണ് ഇത്തരത്തിൽ മണ്ഡലം പിടിച്ചടക്കുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ഉള്ളൊരു എതിരാളി കൂടിയാണ് വന്നിരിക്കുന്നത്. അത്രയും തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളല്ലെങ്കിൽ കൂടിയും അവരുടെ സാധ്യത എങ്ങനെയാണെന്നാണ് സുമേഷ് ചേട്ടൻ വിചാരിക്കുന്നത്? സ്ഥാനാർത്ഥികളെല്ലാം നല്ല ബഹുമാനരാണ്, വലിയ പ്രാധാന്യമുള്ളവരാണ്. ഇപ്പൊ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അവരെല്ലാം വളരെ മോസ്റ്റ് റെസ്പെക്റ്റബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, LDF ഇവിടെ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകളെ വളരെ സമർത്ഥമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിന്തുണ, കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന നല്ല ആത്മവിശ്വാസം ആദ്യ റൌണ്ട് പര്യടനം പൂർത്തിയാവുമ്പോൾ ഞങ്ങൾക്കുണ്ട്. നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമാണോ ഈ തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത്? അപ്പൊ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. പാർട്ടി അതിനെ എങ്ങനെയാണ് നോക്കുകയാണ്? ഒരു പാർട്ടിയുടെ ഒരു അംഗം എന്ന നിലയിൽ എങ്ങനെയാണ്? ഇല്ല, തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ അവർ ഉന്നയിച്ചതിന്റെ പൊള്ളത്തെറിപ്പ് ആളുകൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള നിലയിലെത്തിയില്ലേ? ആദ്യം പറഞ്ഞത് എന്താ? അപ്പൊ അത് ഞങ്ങളെ കണ്ണൂരിന്റെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഞങ്ങൾ കൂടുതൽ സേഫ് ആകുകയാണ് ചെയ്തത്. തളിപ്പറമ്പിൽ നിങ്ങൾ കണ്ടോ, ചരിത്ര ഭൂരിപക്ഷത്തിനയച്ച അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് LDF പ്രവർത്തകനും അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. ഉന്നയിക്കപ്പെട്ട വിഷയം ആദ്യം എന്തായിരുന്നു? ഇപ്പൊ അവസാനം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയില്ലേ? അപ്പൊ എന്താ ലക്ഷ്യം? എന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. അപ്പൊ അത് ആളുകൾ തിരിച്ചറിയും. നല്ല തിരിച്ചടിയാവും ലഭ്യമാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനങ്ങളുടെ പലവിധ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇനി സർക്കാർ ഒരു പരിഗണന നൽകുകയാണെങ്കിൽ ആർക്കാണ്, ഏത് വിഷയത്തിനാണ് കൂടുതൽ പരിഗണന നൽകണമെന്ന് സുമേഷ് ചേട്ടൻ ആഗ്രഹിക്കുന്നവർ? അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പരിപൂർണമായ ഒരു
എല്ലാ ജനവിഭാഗങ്ങളെയും അവരുടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. കേരളം എന്നൊരു മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായ ഒരു വികസന കേന്ദ്രമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ വെച്ചാൽ കേരളം ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയായി, പഴയ കേരള അല്ല. ഇന്ന് ദാരിദ്ര്യം പട്ടിണി എന്നൊന്നും പറഞ്ഞാൽ റയറസ്റ്റ് ഇൻ ദ റയർ എന്ന അതിദാരിദ്ര്യം ഇല്ലാത്ത സ്റ്റേറ്റായി മാറി. ആളുകളുടെ ആവശ്യകതയിൽ വികസന കാഴ്ചപ്പാടുകളിൽ മാറി. അപ്പോൾ ഈ പ്രശ്നം ഏറ്റെടുക്കുക എന്നുള്ളതാണ് LDF ഗവൺമെന്റിന് മുന്നിലുള്ള LDFന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ച്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പുതിയ തലമുറ ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഇതിനെ വെച്ചുകൊണ്ടുള്ള ഒരു ആധുനിക കേരളത്തെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ, ഇവിടെ തന്നെ തൊഴിലെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള ഒരു നവകേരളം, ഒരു മധ്യ യൂറോപ്യൻ രാജ്യത്തിന് തുല്യമായ ഒരു വികസന കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വളരെ സന്തോഷം. ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കുമെന്നൊരു പ്രതീക്ഷ, ഇത്തവണ മണ്ഡലം നിലനിർത്തുമെന്നൊരു പ്രതീക്ഷയാണ് KV സുമേഷ് പങ്കുവയ്ക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ അടിസ്ഥാന സൌകര്യങ്ങളും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് ഈ കേരളത്തെ മാതൃകാ രാജ്യമാക്കി, മാതൃകാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള കർമ്മ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ LDF വിഭാവനം ചെയ്തിട്ടുള്ളത്. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.